friends, welcome to my channel. It's me Saira. എല്ലാവർക്കും സുഖം തന്നെ വിശ്വസിക്കുന്നു. എനിക്ക് സുഖം തന്നെയാണ്. അപ്പോൾ ഇന്ന് ഞാൻ എപ്പിക്സോഡിന്റെ പുതിയൊരു വീഡിയോ ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ ആ ബെൽ ഐക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ കെമിസ്ട്രിയിലേക്ക് പോയാലോ. ഞാൻ കെമിസ്ട്രി ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. കെമിസ്ട്രിയുടെ ഫസ്റ്റ് ചാപ്റ്റർ സ്ട്രക്ചർ ഓഫ് ആൻ ആറ്റം. എന്താണ് സ്ട്രക്ചർ ഓഫ് ആൻ ആറ്റം? നമ്മളെല്ലാവരും പഠിച്ചിട്ടുണ്ട്, 8th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുണ്ട്. ഫിസിക്സിലാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ആറ്റം നമ്മൾ സബ് ആറ്റോമിക് പാർട്ടിക്കിൾസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. പ്രോട്ടോൺസ്, ന്യൂട്രോൺസ്, ഇലക്ട്രോൺസ് അങ്ങനെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിപ്പോൾ നമ്മൾ കെമിസ്ട്രിയിൽ ഒന്ന് പഠിക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ സ്ട്രക്ചർ ഓഫ് ആൻ ആറ്റം ഞാൻ പഠിപ്പിച്ചുതരാം. അവിടെ താഴത്ത് ഒരു പാരഗ്രാഫ് ഒരു ഇതുപോലെ തന്നിട്ടുണ്ട്, പോർഷൻ പോലെ തന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം. Substances in our surroundings are made up of extremely small particles called molecules. Okay, അപ്പോൾ അതിന്റെ മീനിങ് നമുക്ക് എന്താണെന്ന് നോക്കാം. അതായത് substances in our surroundings are made up of extremely small particles called molecules. അതായത് നമുക്കറിയാം, നമ്മുടെ ചുറ്റുപാടുള്ള എല്ലാ വസ്തുക്കളും ഉണ്ടാക്കിയിരിക്കുന്നത് കുഞ്ഞു പാർട്ടിക്കിൾ വെച്ചിട്ടാണ്. എന്താണ് ആ പാർട്ടിക്കിളിനെ വിളിക്കുന്നത്? മോളിക്യൂൾ. നമ്മളിത് കുഞ്ഞു ക്ലാസ്സിൽ പഠിച്ചു വന്നിട്ടുള്ളതാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പേജ് അത്ര ടഫായിട്ട് തോന്നില്ല. നമുക്ക് നെക്സ്റ്റ് പേജിലേക്ക് പോവാം. നിങ്ങളുടെ ടെക്സ്റ്റ് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ. ഓക്കെ, we have already learned that molecules can be subdivided into minute particles and these are called atoms. നമ്മൾ പഠിച്ചു, നമ്മുടെ സറൗണ്ടിങ്ങിലുള്ള എല്ലാ കുഞ്ഞു പാർട്ടിക്കിൾസും ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? മോളിക്യൂൾസ് കൊണ്ടാണെന്ന് പറഞ്ഞു. പക്ഷേ വേറൊരു ട്വിസ്റ്റ് അവിടെ പറഞ്ഞു. എന്താണ്? നമ്മുടെ മോളിക്യൂൾസിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എന്തായിട്ടും? അതും കുഞ്ഞു പാർട്ടിക്കിൾസ് ആയിട്ട്. അതിനെ എന്താണ് നമ്മൾ പറയുന്നത്? ആറ്റംസ് അല്ലേ. That means molecules of all substances are made of extremely small particles called atoms. അതായത് നമ്മുടെ മുകളിൽ പറഞ്ഞ ലൈന് ഒന്നുകൂടി ഡിഫൈൻ ചെയ്ത് പറഞ്ഞിരിക്കുന്നു മാത്രം. നിങ്ങൾക്ക് 2 മാർക്സ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ അല്ലെങ്കിൽ 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഫസ്റ്റ് ലൈൻ എഴുതിയാൽ മതി. 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണെങ്കിൽ ആ ലൈൻ ഇപ്പം ഞാൻ പറഞ്ഞ ലൈനും കൂടി ഒന്ന് എഴുതാട്ടോ. John Dalton proposed the atomic theory in 1807 for study on atoms and for finding out how matter has been formed. അതായത് 1807 ജോൺ ഡാൾട്ടൺ എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് എന്ത് ചെയ്തു? അറ്റോമിക് തിയറി കണ്ടുപിടിച്ചു. അതെന്തിനാണ്? ആറ്റത്തിനെ കുറിച്ച് കൂടുതൽ പഠിക്കാനും മാറ്റർ ഹൗ മാറ്റർ ഹാസ് ബീൻ ഫോം, മാറ്റർ എങ്ങനെയാണ് ഉണ്ടായതെന്ന് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ജോൺ ഡാൾട്ടൺ എന്ന് പറയുന്ന സയന്റിസ്റ്റ് എന്ത് പ്രപ്പോസ് ചെയ്തത്? എന്താണ്? ഓക്കെ, ഗുഡ്. എന്താണ്? അറ്റോമിക് തിയറി. അത് ഏത് ഇയറിലാണ്? അപ്പോൾ ഇത് ഏത് ഇയറിലായിരുന്നു? 1807. അപ്പോൾ ഇയർ പഠിച്ചു വെക്കുക. ജോൺ ഡാൾട്ടൺ അറ്റോമിക് തിയറി പ്രപ്പോസ് ചെയ്ത ആ ഒരു ഇയർ ഏതാന്ന് ചോദിക്കും. അപ്പോൾ ഏതാണ്? 1807. ഗുഡ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. The ideas proposed in the atomic theory have lasted for nearly 1 century. അതായത് നമ്മുടെ അറ്റോമിക് തിയറി, ജോൺ ഡാൾട്ടന്റെ അറ്റോമിക് തിയറി 1 സെഞ്ചുറി വരെ നീണ്ടു നിന്നു. അതായത് 100 വർഷത്തോളം അത് നീണ്ടു നിന്നു. അതിനെ മറികടക്കാൻ വേറൊരു സയന്റിസ്റ്റും ഉണ്ടായിരുന്നില്ല. അതാണ് ആ ലൈൻ സൂചിപ്പിക്കുന്നത്. The world of science couldn't put forward sufficient observations, results or inference for denying the theory scientifically. അതായത് സയൻസിന് എന്ത് ചെയ്തു? പ്രൂവ് ചെയ്യാൻ പറ്റിയില്ല. ഒരു സഫീഷ്യന്റ് ഒബ്സർവേഷൻ കൊടുത്തോ, ഒരു റിസൾട്ട് കൊടുത്തോ, ഒരു ഇൻഫറൻസ് കൊടുത്തോ നമ്മുടെ ജോൺ ഡാൾട്ടന്റെ അറ്റോമിക് തിയറിയെ താഴ്ത്താൻ, അതായത് നശിപ്പിച്ച് കളയാൻ ആർക്കും സാധിച്ചില്ല, സയൻസിന് സാധിച്ചില്ല. ഓക്കെ, വാട്ട് ആർ ദ മേജർ കോൺസെപ്റ്റ്സ് ഓഫ് ഡാൾട്ടൺസ് അറ്റോമിക്? അപ്പോൾ വാട്ട് ആർ ദ മേജർ കോൺസെപ്റ്റ്സ് ഓഫ് ഡാൾട്ടൺസ് അറ്റോമിക് തിയറി? റീഡ് ദ ഷോർട്ട് നോട്ട് ഗിവൺ ബിലോ. അവിടെ അടിയിൽ ഡാൾട്ടന്റെ അറ്റോമിക് തിയറിനെ കുറിച്ച് ഒരു കുഞ്ഞു ഷോർട്ട് നോട്ട് തന്നിട്ടുണ്ട്. നമുക്കൊന്ന് വായിച്ചു നോക്കിയാലോ. Okay. The views put forward by John Dalton were based on the logical thinking. These were not supported by an experimental observations or scientific evidences. Yet, this theory could logically explain the basic ideas regarding formation of substances and its characteristics. Hence, this theory existed for many years. അതായത് ജോൺ ഡാൾട്ടന്റെ അറ്റോമിക് തിയറി അത് അദ്ദേഹം എങ്ങനെയാണ് പ്രപ്പോസ് ചെയ്തത്? എങ്ങനെയാണ്? അദ്ദേഹത്തിന്റെ ലോജിക്കൽ തിങ്കിങ്, അദ്ദേഹം വെറുതെ അല്ല, അദ്ദേഹം ലോജിക്കലായിട്ട് ചിന്തിച്ചാണ് ആ ഒരു അറ്റോമിക് തിയറി എന്ത് ചെയ്തത്? മുന്നോട്ട് വെച്ചത്. They were not supported by an experimental observations or scientific evidence. അവിടെ എന്ത് പറ്റി? These were not supported by an experimental observations. ഇതൊന്നും ഒരു എക്സ്പെരിമെന്റൽ ഒബ്സർവേഷൻ കൊണ്ട്
നമ്മുടെ ജോൺ ഡാൾട്ടൺ ഒരു എക്സ്പെരിമെന്റൽ ഒബ്സർവേഷൻ വെച്ചോ സയന്റിഫിക് എവിഡൻസ് വെച്ചോ അല്ല പ്രൂവ് ചെയ്തത്. എങ്ങനെയാണ് പ്രൂവ് ചെയ്തത്? ഒരു ലോജിക്കൽ തിങ്കിങ് വെച്ചാണ് അദ്ദേഹം മുന്നോട്ട് വെച്ച ഒരു അറ്റോമിക് തിയറി. ലോജിക്കൽ തിങ്കിങ് വെച്ചാണ്. ഓക്കെ, yet this theory could logically explain the basic ideas regarding formation, substances and its characteristics. അപ്പോൾ ഈ ലോജിക്കലി തിങ്ക് ചെയ്തതിന്റെ എക്സ്പ്ലനേഷൻ നമുക്ക് അടിയിൽ തന്നിട്ടുണ്ട്. മേജർ ഐഡിയാസ് ഓഫ് അറ്റോമിക് തിയറിന്ന് നമുക്കത് വായിച്ചു നോക്കിയാലോ. ഹെൻസ് ദിസ് തിയറി എക്സിസ്റ്റഡ് ഫോർ മെനി ഇയേഴ്സ്. അതുകൊണ്ട് ലോജിക്കൽ തിങ്ക് ചെയ്ത അദ്ദേഹത്തിന്റെ ഈ തിയറിയെ ഒരു സയന്റിസ്റ്റിനും മറികടക്കാൻ സാധിച്ചില്ല. ഓക്കെ, മേജർ ഐഡിയാസ് ഓഫ് അറ്റോമിക് തിയറി തന്നിട്ടുണ്ട്. അതിന് മുമ്പോട്ട് ജോൺ ഡാൾട്ടന്റെ ഒരു കുഞ്ഞ് ബയോഗ്രാഫി പോലെ തന്നിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് നോക്കിയാലോ. ഓക്കെ, ജോൺ ഡാൾട്ടൺ 1766 1844, അതായത് ജനിച്ചത് ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറയുന്നത് 1766 ആണ്. ഡെത്ത് ചെയ്തത് അദ്ദേഹം മരിച്ചത് 1844. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിന്റെ ലോജിക്കൽ എക്സ്പ്ലനേഷൻ കുറേ വർഷത്തോളം നീണ്ടിരുന്നു. Proponent of atomic theory, he had color blindness, so this disease came to be known as Daltonism. അതായത് അദ്ദേഹം അറ്റോമിക് തിയറിയുടെ പ്രൊപ്പോണന്റ് ആണ്, അതായത് ഫൗണ്ടർ ആണ്. പിന്നെ ഇദ്ദേഹത്തിന് കളർ ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്നൊരു അസുഖം ഉണ്ടായിരുന്നു. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഈ കളർ ബ്ലൈൻഡ്നെസ്സിനെ അവരെല്ലാവരും വിളിച്ചിരുന്നത് ഡാൾട്ടണിസം എന്നായിരുന്നു. എന്താണ് ഡാൾട്ടണിസം? അതൊന്ന് ജസ്റ്റ് ഒന്ന് ഡിസീസ് കെയിം ടു ബി നോൺ ആസ് ഡാൾട്ടണിസം എന്താണ് ചോദിക്കുമ്പോൾ കളർ ബ്ലൈൻഡ്നെസ് ആണെന്ന് എഴുതണം കേട്ടോ. ഓക്കെ, നമുക്ക് മേജർ ഐഡിയാസ് നോക്കിയാലോ. ഓക്കെ, മേജർ ഐഡിയാസ് ഓഫ് അറ്റോമിക് തിയറി. മാറ്റർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് മൈന്യൂട്ട് പാർട്ടിക്കിൾസ് കോൾഡ് ആറ്റം. നമ്മുടെ ആറ്റം എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ആറ്റം എങ്ങനെ ഇരിക്കും? ആറ്റം എന്ന് പറഞ്ഞൊരു കുഞ്ഞ് പാർട്ടിക്കിളാണ്. മോളിക്യൂൾസിനെ സബ് ഡിവൈഡ്, ഇതൊരു മോളിക്യൂളാണ് കേട്ടോ. ഇതിന് നമ്മൾ പറഞ്ഞു നമ്മുടെ ആറ്റം എന്ന് പറയുന്നത് മോളിക്യൂളിനെ കുഞ്ഞാക്കി, അതായത് അതിനെ ഡിവൈഡ് ചെയ്ത് ഉണ്ടായതാണ് നമ്മുടെ ആറ്റം എന്ന് പറയുന്നത്. അപ്പോൾ ആറ്റം ഈസ് എ മൈന്യൂട്ട് പാർട്ടിക്കിൾസ് മാറ്റർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് മൈന്യൂട്ട് പാർട്ടിക്കിൾസ് കോൾഡ് ആറ്റം. അത് ഒന്നാമത്തെ ഒരു മേജർ ഐഡിയ ആണ്. മാറ്റേഴ്സ് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കുഞ്ഞു പാർട്ടിക്കിൾ കൊണ്ടാണ്. അതായത് കുറേ ആറ്റം കൂടിച്ചേരുമ്പോൾ കുറേ ആറ്റംസ് കൂടിച്ചേരുമ്പോൾ എന്ത് സംഭവിക്കും? അവിടെ ഒരു മാറ്റർ ഫോം ചെയ്യും. അപ്പോൾ മാറ്റർ ഈസ് മെയ്ഡ് ഓഫ് tiny minute particles called atoms. Atoms cannot be subdivided during chemical reactions. Atoms can neither be created nor destroyed. അതായത് ആറ്റംസിനെ നമുക്ക് കെമിക്കൽ റിയാക്ഷനിൽ ഡിവൈഡ് ചെയ്യാൻ സാധിക്കില്ല. അത് മാത്രമല്ല ആറ്റത്തിനെ നമുക്ക് ഉണ്ടാക്കാനോ നശിപ്പിക്കാനോ കഴിയുകയുമില്ല. ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കാം. Atoms of the same elements are identical in properties, size and mass. അതായത് same type of atoms, same elements, atoms of same elements. ഒരു എലമെന്റിലെ സെയിം ആറ്റം എന്തായിരിക്കും? അത് രണ്ടുപേരും ഐഡന്റിക്കൽ ഇൻ പ്രോപ്പർട്ടീസ്. അതായത് ഇപ്പോൾ ഞാൻ ഇതുപോലത്തെ ഒരു ആറ്റം എടുക്കുകയാണ്. ആറ്റംസ് ഓഫ് സെയിം എലമെന്റ്, ഒരു എലമെന്റിന്റെ വേറൊരു ആറ്റം കൂടി എടുത്തു. ഇപ്പോൾ ഞാനൊരു കാർബണിന്റെ എലമെന്റാണ് എടുത്തിരുന്നത്. കാർബൺ എന്ന് പറഞ്ഞ എലമെന്റാണ് എടുത്തിരിക്കുന്നത്. അതിന്റെ 3 ആറ്റംസ് ഞാൻ വരച്ചു. ഇത് 3 സെയിം എലമെന്റിന്റെ ആറ്റംസ് ആണ്. സോ ദേ ആർ സെയിം ഇൻ properties, size and mass. അവർ എന്തിലൊക്കെ ഈക്വൽ ആയിരിക്കും? പ്രോപ്പർട്ടീസിലും സൈസിലും മാസിലും അവർ ഈക്വൽ ആയിരിക്കും. എങ്ങനെയാണ്? ഒരു എലമെന്റിന്റെ സെയിം ആറ്റംസ് വരും, ഒരു എലമെന്റിന്റെ പ്രോപ്പർട്ടീസും സൈസും മാസും ഈക്വൽ ആയിരിക്കും. എങ്ങനെയാണ്? ആറ്റംസ് സെയിം ആയിരിക്കുമ്പോൾ മാത്രമാണ് ആ കണ്ടീഷൻ. Atoms of different elements are differ in properties and mass. അതായത് ഇപ്പൊ നമ്മൾ സെയിം എലമെന്റ് ആണ് പറഞ്ഞപ്പം എന്ത് ചെയ്തു? സൈസിലും മാസിലും ഈക്വലായി. പക്ഷെ ഇതൊരു വേറെ ഡിഫറെന്റ് ആണെങ്കിലോ അത് എപ്പോഴും പ്രോപ്പർട്ടീസിലും മാസിലും ഡിഫറെന്റ് ആയിരിക്കും. അത് ജസ്റ്റ് ഒന്ന് കോൺസെപ്റ്റ് വെച്ച് മനസ്സിലാക്കാനേ ഉള്ളൂ. Atom is the smallest particle that can take part in chemical reaction. അതായത് ആറ്റം ആണ് ഏറ്റവും ചെറിയ കണിക. ഒരു രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഒരു കുഞ്ഞു കണികയാണ് ആര്? ആറ്റം. Next point, compounds are formed when atoms of 2 or more elements combine in a simple ratio. അതായത് compounds ഫോം ചെയ്യുന്നത് when atoms of ഒരു ആറ്റത്തിന്റെ 2 അതിലധികം എലമെന്റ്സ് ഒരു സിമ്പിൾ റേഷ്യോയിൽ കമ്പൈൻ ചെയ്യുമ്പോഴാണ്. അതായത് ഇപ്പൊ ഞാൻ ഒരു എലമെന്റ് എടുക്കാം. ഇപ്പൊ ഞാനിവിടെ
H2O എന്ന് പറയുന്ന ഒരു എലമെന്റ് ആണ് എടുത്തിരിക്കുന്നത്. നമുക്കറിയാം ഇവിടെ ഹൈഡ്രജനും ഉണ്ട് ഓക്സിജനും ഉണ്ട്. അതൊരു സിമ്പിൾ റേഷ്യോയിൽ കമ്പൈൻ ചെയ്യുമ്പോഴാണ് വാട്ടർ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ഫോം ചെയ്തത്. ഈ H2O ഹൈഡ്രജൻ ഒരു എലമെന്റ് ആണ്, ഓക്സിജൻ ഒരു എലമെന്റ് ആണ്. ഈ രണ്ട് എലമെന്റ്സ് കൂടി ചേരുമ്പോഴാണ് വാട്ടർ ഉണ്ടാകുന്നത്. അപ്പോൾ കോമ്പൗണ്ട്സ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? Two or more elements are combined to form in a simple ratio. മനസ്സിലായില്ലേ? H2O എന്ന് പറയുന്ന കേസ് മാത്രം നിങ്ങൾ എടുത്താൽ മതി. ഇപ്പോൾ ഞാൻ ലൈറ്റിന്റെ ഫോമിൽ എടുക്കാം. C6H12O22. ഇത് ലൈറ്റിന്റെ ഫോമിലാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ 3 എലമെന്റ്സ് ആണ് ഫോം ചെയ്തിരിക്കുന്നത്. കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. മൂന്നും സെപ്പറേറ്റ് എലമെന്റ്സ് അല്ലേ? പക്ഷേ ഈ 2 എലമെന്റ്സ് 3 എലമെന്റ്സ് അതായത് രണ്ടോ ഇവിടെ കാർബണും ഹൈഡ്രജനും ഓക്സിജനും ഒരു സിമ്പിൾ റേഷ്യോയിലാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ലൈറ്റ് എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് കിട്ടും. അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. ഒരു ഹൈഡ്രജൻ എന്ന് പറയുന്നത് വേറൊരു എലമെന്റ് ആണ്, ഓക്സിജൻ എന്ന് പറയുന്നതോ അതും വേറൊരു എലമെന്റ് ആണ്. 2 എലമെന്റ്സ് കൂടി ചേർന്നപ്പോൾ വാട്ടർ ഉണ്ടായി. ഇവിടെ കാർബൺ എന്ന് പറയുന്ന ഒരു എലമെന്റും ഹൈഡ്രജൻ എന്ന് പറയുന്ന ഒരു എലമെന്റും ഓക്സിജൻ എന്ന് പറയുന്ന ഒരു എലമെന്റും കൂടി ചേർന്ന് അതൊരു സിമ്പിൾ റേഷ്യോയിൽ കമ്പൈൻ ചെയ്തപ്പോൾ എന്ത് കിട്ടി? വേറൊരു കോമ്പൗണ്ട് കിട്ടി. ലൈറ്റ് എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് നമുക്ക് കിട്ടി. അപ്പൊ മനസ്സിലായോ? കോമ്പൗണ്ട്സ് ആർ ഫോം when atoms of 2 or more elements are combined in a simple ratio. അപ്പോൾ ഇതാണ് നമ്മുടെ ഡാൽട്ടന്റെ അറ്റോമിക് തിയറിയുടെ മേജർ ഐഡിയാസ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? മനസ്സിലായില്ലേ ഇതെല്ലാം? ഇതൊരു ആറ്റത്തിന്റെ സെയിം സൈസ് ആണെങ്കിൽ പ്രോപ്പർട്ടീസിലും സൈസിലും മാസിലും അവർ എന്തായിരിക്കും? സെയിം തന്നെയായിരിക്കും. ഡിഫറെന്റ് ആണെങ്കിലോ they are different in mass and property. അപ്പോൾ ഞാൻ ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിച്ചതന്നേ ഉള്ളൂ. നമുക്കിപ്പോൾ ഇതൊന്നും പഠിക്കാനില്ല. ക്വസ്റ്റ്യൻ തരണമെങ്കിൽ നമുക്ക് എഴുതാം. ഇങ്ങനെയൊന്നും എഴുതേണ്ട ആവശ്യമില്ല. എന്താണ്? കോമ്പൗണ്ട്സ് ആർ ഫോം when two or more elements of atoms of more or two or more elements are combined in a simple ratio. അപ്പോൾ ഇതാണ് നമ്മുടെ മേജർ ഐഡിയാസ് എന്ന് പറയുന്നത്. അപ്പുറത്തെ പേജിലൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. What are the characteristics of the atom of an element according to the atomic theory? ഒരു ആറ്റത്തിന്റെ സെയിം ആറ്റംസ് ഓഫ് ആൻ എലമെന്റ് അക്കോർഡിംഗ് ടു അറ്റോമിക് തിയറി അനുസരിച്ച് ഒരു ആറ്റത്തിന്റെ ക്യാരക്ടറിസ്റ്റിക് എന്തായിരിക്കുമെന്ന്? They are identical in property, size and mass. What differences can you infer between the atoms of different elements? Different elements നമുക്ക് എന്താണ് കാണാൻ സാധിച്ചത്? They are different in properties and mass. നമുക്ക് ഭയങ്കര സിമ്പിൾ ആയിട്ട് തോന്നിയല്ലേ? അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ ഇത്ര എടുക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാൻ ഇത്ര എടുക്കുന്നുള്ളൂ. അത് നിങ്ങൾ ഇന്നെടുത്ത് നല്ല നല്ല ഭംഗിയായിട്ട് പഠിക്കണം കേട്ടോ. ഞാൻ എപ്പോൾ ചോദിച്ചാലും ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും പറയാൻ പാകത്തിന് എന്ത് പഠിക്കണം? ജോൺ ഡാൽട്ടന്റെ അറ്റോമിക് തിയറി എന്തായാലും നിങ്ങൾ പഠിച്ചിരിക്കും കേട്ടോ. അപ്പോൾ ഇപ്പം ഞാൻ ഇന്നത്തെ ഈ ക്ലാസ് ഞാൻ ഇന്ന് നിർത്താണ്. ഓക്കെ, അതിനു മുമ്പ് ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. കമൻറ്റ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ 9th ആയിട്ടുള്ളൂ, എനിക്ക് വലിയ എക്സ്പീരിയൻസ് ഇല്ല, ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പ്ലീസ് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം, എങ്കിലേ ഞാൻ പഠിക്കുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് എനിക്ക് അറിയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഞാൻ നിർത്തുന്നു. ഞാൻ എപ്പോഴും പറയുന്ന ആ ഒരു ടോപ്പിക് വെച്ച് നിർത്താം. ഇന്ന് ഞാൻ കുറച്ചും കൂടി ഒരു ടോപ്പിക്കായിട്ട് വന്നിട്ടുണ്ട്. അതായത് ജസ്റ്റ് ഒരു തോട്ട് പോലെ. എഡ്യൂക്കേഷൻ ഈസ് ദ മോസ്റ്റ് പവർ ടൂൾ. അത് ശരിയാണല്ലേ? ഓക്കെ, അപ്പോൾ ഞാൻ എന്നും പറയുന്നത് പോലെ wishing you all the best, and it's me, Saira, signing off by wishing you a wonderful day ahead. Thank you. See you in the next video. Bye bye.